എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പനയിലെ കുറിച്ചാണ്. എന്തിനാണ് തമ്പനയിൽ? അതിന്റെ പ്രയോജനം എന്ത്? അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തമ്പനയിലിന്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലേക്ക് CTR വർദ്ധിക്കുക. നമ്മളെല്ലാവരും യൂട്യൂബേഴ്സ് ആണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ യൂട്യൂബിന്റെ ബേസിക് ആയിട്ടുള്ളത് എന്താണ്? വ്യൂസ് ആണ്. അപ്പൊ ഈ വ്യൂസ് വർദ്ധിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ള ലൈക്കായാലും സബായാലും വാച്ച് ആയാലും കൂടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ CTR വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് വന്നു ചേരുള്ളൂ. അതിനാണ് തമ്പനയിൽ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ട് വെക്കണമെന്ന് പറയുന്നത്. തമ്പനയിൽ എത്രമാത്രം അട്രാക്റ്റീവ് ആയിട്ട് വെക്കുന്നുവോ അത്ര നമ്മുടെ CTR വർദ്ധിക്കും. ഒരു വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ്, ഓക്കെ, 30 സെക്കൻഡ് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്താൽ നമുക്കൊരു വ്യൂസ് കയറും. അപ്പോ തമ്പനയിൽ കണ്ട് ക്ലിക്ക് ചെയ്യുന്ന ഒരാളുടെ ഒരു വ്യൂസ് എന്തായാലും നമുക്ക് കിട്ടും. ഇനി നമുക്ക് തമ്പനയിൽ 2 തരമുണ്ട്. ഒന്ന് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. ഒന്ന് കസ്റ്റം തമ്പനയിൽ. ഈ കസ്റ്റം തമ്പനയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കസ്റ്റം തമ്പനയിൽ. ഓക്കെ, പിന്നുള്ള തമ്പനയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ, നമ്മുടെ വീഡിയോ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് അവിടെ ഉണ്ട്. തമ്പനയിൽ കണ്ടിട്ടായിരിക്കണം ഒരാൾ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യേണ്ടത്. ഡ്യൂറേഷൻ നോക്കും. അപ്പോൾ ഈ നമ്മുടെ CTRന്റെ ഡ്യൂറേഷൻ നോക്കുന്ന സമയത്ത് കണ്ടന്റും കൂടി കുറച്ചുകൂടി നല്ല അട്രാക്റ്റീവ് ആണെങ്കിൽ, നമ്മുടെ വീഡിയോ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തായിരിക്കും? ഡ്യൂറേഷൻ വർദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തമ്പനയിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ കണ്ടന്റും നല്ല കണ്ടന്റ് ആയിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ കസ്റ്റം തമ്പനയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ വീഡിയോ റെക്കോർഡോടുകൂടി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങളത് ചെയ്യാൻ ഒരുപാട് വീഡിയോസ് കാണുമ്പോൾ ഒന്നും തമ്പനയിൽ കാണാറില്ല. ഇനി തമ്പനയിൽ ഉണ്ടെങ്കിൽ തന്നെ ആദ്യത്തെ ലെറ്റർ വളരെ സ്മോൾ ആയിരിക്കും. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അട്രാക്റ്റീവ് ആയിരിക്കണം. ഒപ്പം തന്നെ അക്ഷരങ്ങൾ നല്ല വലുപ്പമുള്ളതായിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതാണ് ഒരാൾ കണ്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, തമ്പനയിലിന്റെ പ്രത്യേകത അതാണ്. അപ്പൊ ആ ലെറ്ററും അതിൽ കൊടുക്കുന്ന വാക്കുകളും ഒരാൾക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യാനായിട്ട് തോന്നണം. അപ്പൊ അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതേമാതിരിയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം എഡിറ്റ് ഓപ്ഷനിൽ പോവുക. ഈ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു പെൻസിൽ മാതിരി കണ്ടില്ലേ? അപ്പൊ ആ പെൻസിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ ആണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നേരെ ചെല്ലുന്നത് ഗാലറിയിലേക്കാണ്. ഓക്കെ, അപ്പൊ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് തമ്പനയിൽ സെപ്പറേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഗാലറിയിലുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ അത് ഗാലറിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ ഗാലറിയിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്ത കസ്റ്റം തമ്പനയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡൺ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ സേവ് ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് സേവ് ഓപ്ഷൻ കൊടുത്തു, സെറ്റായി. ഇങ്ങനെയാണ് തമ്പനയിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ തമ്പനയിൽ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക, നല്ല അട്രാക്റ്റീവ് ആക്കാൻ ശ്രദ്ധിക്കുക. ടൈറ്റിലും കണ്ടന്റും ബന്ധം ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ടൈറ്റിലും കണ്ടന്റും ബന്ധം ഉണ്ടായിരിക്കണം. തമ്പനയിലും കണ്ടന്റും നിർബന്ധമില്ല. ഓക്കെ, തമ്പനയിൽ കൊടുക്കുന്നത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, CTR വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കണ്ടന്റും ടൈറ്റിലും ബന്ധം ഉണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാൻ മറക്കരുത്.
ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഞാൻ ഷമീർ തൃശൂർ.